ഉണ്ട് ഇവിടെ. എവിടെയെന്നൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് അവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ അവിടെ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊന്നുമില്ല, നോൺ വെജാണ്. രാവിലെ തന്നെ നോൺ വെജ് എങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് മനസ്സിലാണ്. അപ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ബെൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. കുറേ നോക്കി കിട്ടിയ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. വെജിറ്റേറിയൻ ഹോട്ടലായത്. ഞങ്ങൾ ഫുഡ് കഴിക്കാം. നമ്മളുടെ ഫുഡൊക്കെ വന്ന് ഇനി നമ്മൾ കഴിച്ചിട്ട് ഇനി വരാം കേട്ടോ. ഫുഡ് മസാല ദോശ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടാ. നമ്മൾ തിരിച്ചു പോവാ. ഒന്നുമില്ല, ഫുഡ് കഴിച്ചാലും പറഞ്ഞ വെയിൽ വന്നു തുടങ്ങിയില്ലേ. എവിടെത്തി? ഞങ്ങൾ അടിമാലി കഴിഞ്ഞൊരു 20 കിലോമീറ്റർ എത്തി. 10 കിലോമീറ്റർ. അപ്പൊ ഫുള്ളൊക്കെയാണ് അടിപൊളിയാ. നമുക്ക് ഞങ്ങളിപ്പോ ഇവിടെ ആദ്യം പോകുന്നത് വണ്ടിയുടെ സൗണ്ട്. ഇവിടെ ഫുള്ള് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സൈഡിലേക്ക്. നമ്മൾ ആദ്യം ഇങ്ങോട്ടാ പോണേ? ആദ്യം ഇങ്ങോട്ടാ പോണേ? ആദ്യം ആദ്യം ഞങ്ങൾ പോണത് ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇത് നിങ്ങൾ എങ്ങോട്ടാ പോണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നിർത്തിയെന്ന് പറയണം. അപ്പൊ നമ്മളിനി അവിടെ എത്തിയാണ്.
വണ്ടിയെ വന്നേക്കാം. അടിപൊളി വണ്ടിമാ. ചീയപ്പാറ 2.5 കിലോമീറ്റർ കൂടിയുള്ള കേട്ടോ. 2.5 കിലോമീറ്റർ കൂടി ചീയപ്പാറ വാട്ടർഫോൾസ്. ചീയപ്പാറ ഇവിടെ മഴ പെയ്ത് പോയിന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിന് ഇത്ര സ്പീഡ്. കുറെ ആൾക്കാർ ഇവിടെ സെൽഫി ഒക്കെ എടുത്തിരിക്കുന്നുണ്ട് കേട്ടാ. ബേബി കുറച്ചേരം ഞങ്ങൾ ഇവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോന്നു വെച്ചാൽ ചീയപ്പാറയിൽ ഞങ്ങൾ നിർത്തിയില്ല. അവിടെ ഇങ്ങനെ എനിക്ക് കാണാനുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഇത് കൊള്ളാം, അടിപൊളിയാണ്, നൈസാണ്. ലഭിച്ച മതി പോവാ. ഇനി എങ്ങോട്ടാ നമ്മ പോണേ? ഇരവിക്കുളം നാഷണൽ പാർക്ക്.
അങ്ങോട്ട് ആനച്ചാൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആനസവാരി നടത്തുന്ന സ്ഥലം അന്വേഷിച്ചാണ് ഞങ്ങൾ ഈ പോകുന്നത്. അതിന് 2-3 പേരോട് ചോദിച്ചിട്ടാണ് ആ കാര്യം അറിഞ്ഞത്. അത് അവർ കൃത്യമായിട്ട് അവർക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾ ചോദിച്ച സ്ഥലം അവർക്കും അറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ഡ്രൈവർമാരില്ലേ അവരോട് ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഈ പോകുന്ന വഴി നേരെയാണ് ശരിക്കും പോകേണ്ടത്. ഞങ്ങൾ പോയിട്ട് റിട്ടേൺ വന്നിട്ടാണ് നേരെ പോയത്. എന്താണ് ബോട്ടിങ് മതി, ആന വേണ്ട. ലാസ്റ്റ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഇപ്പോൾ കയറുന്നത് മൂന്നാർ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണാം. സൗണ്ട് ആയിട്ടില്ലേ? ഹലോ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എവിടെ ചെയ്യുന്നത്? ഫോട്ടോഷൂട്ട് മാട്ടുപ്പെട്ടി ഡാം പോയിക്കൊണ്ടിരിക്കുന്നു. മാട്ടുപ്പെട്ടി ഡാം പോകാനായിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടതാണ്. നൈസ് വ്യൂ ആണ്. കോടമഞ്ഞൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഇപ്പം
നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഏറ്റവും മുകളിൽ പോകും. അത് കഴിഞ്ഞിട്ട് മാട്ടുപ്പെട്ടി, വ്യൂ പോയിൻ്റ്, ആനച്ചാൽ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്. എല്ലായിടത്തും കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസമുള്ളൂ നമുക്ക് സമയം. അപ്പോൾ ഞാൻ എല്ലാം കൂടി എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് വരുന്നുണ്ട് വീഡിയോ. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ, അടുത്ത പാട്ട് നാളെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ കാണണം. ഇതിലും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വീഡിയോ ആണ് നാളെ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഇന്ന് നല്ല കോട വീണേക്കുന്ന സമയമുണ്ടാകും. അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറയുകയാണ്, അടുത്ത വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക കേട്ടോ.